ഹലോ കൂട്ടുകാരെ, അപ്പോൾ പലരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്. എപ്പോഴും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പം വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചിലവിനുള്ള വകുപ്പ് ഞാനെങ്ങനെ ഉണ്ടാക്കുന്നതിന് കണ്ടോ. നമുക്ക് ഡെയിലി ചിലവിനുള്ള വകുപ്പ് ഞാൻ എന്താ ഇതിൽ നിന്ന് ഉണ്ടാക്കും. ഡെയിലി നമുക്ക് എങ്ങനെ പോലും ഒരു 400-500 വെച്ച് നമുക്ക് ഡെയിലി മുട്ടയ്ക്കകത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ അതേ രീതിയിലാണ് നമ്മുടെ കോഴികളും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ച് കോഴിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇത്രയും മുട്ട ഒരു ദിവസം കിട്ടും. ഇപ്പോൾ രാവിലെ ഞാൻ എടുത്ത മുട്ടയാണ്. ഇനി ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് മുട്ടയും കൂടി കിട്ടും. ഡെയിലി നമുക്കൊരു 40-42 മുട്ടയോളം കിട്ടാറുണ്ട്. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഡെയിലി ഒരു 400-500 വരെ വരും. ചിലപ്പം 400-ന് താഴെ പോകാറുണ്ട്. എങ്കിലും ഡെയിലി നമുക്ക് ചിലവുകൾ ഓടിച്ചുകൊണ്ടുപോകാൻ പറ്റുന്നത് എനിക്ക് ഈ ഒരു സംഗതിയിൽ നിന്നാണ്. ഈ ഒരു സംഗതി കൊണ്ടുപോകുന്നത് കൊണ്ട് അത്യാവശ്യം ചിലവും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എടുക്കാം. പിന്നെ അല്ലാണ്ട് നമ്മളിപ്പോൾ കോഴികളെ കൊടുക്കുന്നുണ്ടല്ലോ, കോഴിയെ കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു വരുമാനം നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. മെയിനായിട്ട് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും 2 സെൻറ്റ് വസ്തു വാങ്ങിക്കണം. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. സ്വപ്നങ്ങളിലൊന്നും അതാണ്. എൻ്റെ കുഞ്ഞിന് സ്വന്തമായിട്ടൊരു വസ്തു എവിടെയെങ്കിലും വേണം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനുവേണ്ടിയാണ് ഈ കഷ്ടപ്പാട് മൊത്തം ഇപ്പോൾ കടന്നു വിടുന്നത്. ഓരോരുത്തർ കളിയാക്കാറോ ആക്ഷേപിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് കേട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആരും ഒന്നും കൊണ്ട് തരാൻ പോകുന്നില്ല. ഈ കളിയാക്കുന്നവരും കുറ്റപ്പെടുന്നവരൊന്നും ഒരിക്കലും നമുക്ക് കൊണ്ടുവന്നിട്ട് പട്ടിണി കിടന്നാലോ ഒരു വിഷം കിടന്നാലോ ഒരാളും കൊണ്ടുവന്നിട്ട് വേണമെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ 2 ദിവസം പട്ടിണി കിടക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആവശ്യം വേണോ എന്നൊന്നും ചോദിക്കാറില്ല. എല്ലാം നമ്മളതിനെ കഷ്ടപ്പെട്ടുണ്ടാക്കി പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും 2 സെൻറ്റ് വസ്തു വാങ്ങിക്കണം. അതിന് നമ്മളിപ്പോൾ ഈ കോഴി വളർത്തൽ അല്ലെങ്കിൽ മുട്ടക്കച്ചവടമൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാലൊന്നും പറ്റത്തില്ല. അതിന് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ പൈസ ഒപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ നോക്കണം. പിന്നെ കളിയാക്കും, കുറ്റപ്പെടുത്തും. അതെല്ലാം ഇപ്പോൾ ഞാനാണെങ്കിൽ സഹിക്കുകയാണ്. കാരണം നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ, മരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മെയിനായിട്ട് എൻ്റെ ഒരു വരുമാന മാർഗ്ഗങ്ങളൊന്നത് ഇതാണ്. ഡെയിലി നമുക്കാണെങ്കിൽ എങ്ങനെ പോലും 40-42 മുട്ട ഇപ്പം കിട്ടുന്നുണ്ട്. അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് കോഴികളെ വിറ്റിട്ടും കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇറച്ചിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കാണെങ്കിൽ ഇപ്പം ഒരു മുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ യൂട്യൂബിലെ പൈസ നമുക്കത് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ വരുമാന മാർഗ്ഗം.